അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവും എടുക്കാവുന്നതാണ്. 1/2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുമിച്ച് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് വീതം ഒഴിച്ച് കുഴച്ചെടുക്കാം. എടുക്കുന്ന മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. നല്ല കട്ടിക്ക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കും. ഏതെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റെങ്കിലും നല്ല സോഫ്റ്റാക്കി ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബൗളിൽ വെച്ചിട്ടോ ഇതുപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. മാങ്ങ ഒരുപാട് ലൂസാകാൻ പാടില്ല. നല്ല കട്ടിയായിരിക്കണം. മാത്രമല്ല നല്ല സോഫ്റ്റും ആയിരിക്കണം. ആ ഒരു പരുവത്തിന് കുഴച്ചിട്ടെടുക്കുക. ഇപ്പോൾ അത് മാവ് നല്ല സോഫ്റ്റായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് എണ്ണ ഒന്ന് തടവിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 500 ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. എല്ലില്ലാത്ത ചിക്കൻ നോക്കി വേണം എടുക്കാനായിട്ട്. കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ ചെറിയ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 ഒക്കെ എടുത്താൽ മതിയാവും. ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ രണ്ടും കൂടിയിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവൊന്നും ഉണ്ടാവില്ല. നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണൊക്കെ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാകും. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. നമ്മളിതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ചധികം നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോസ് വേണ്ടാന്നുണ്ടെങ്കിൽ സോസ് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്ത് സോയ സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മാവ് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം.
ഈ ഒരു രീതിക്ക് ഉരുട്ടിയിട്ട് എടുക്കുക. നമ്മൾ ആവശ്യത്തിന് മാത്രം മാവ് എടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള മാവ് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഉരുള മാവ് ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. മാവിൻ്റെ എല്ലാ ഭാഗത്തും മൈദ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി മാവൊന്ന് പരത്തിയെടുക്കാം. തീരെ കനം കുറച്ച് പരത്തണ്ട, ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അങ്ങ് പരത്തിയെടുക്കാം. ഇപ്പോൾ അതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത മാവ് ഒരു ബൗളിൽ വെച്ച് കൊടുക്കുക. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഈ ഒരു കനത്തിൽ പരത്തിയിട്ടെടുക്കുക. നമ്മൾ പരത്തിയെടുത്ത ഷീറ്റ് ഈ ബൗളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ ചിക്കൻ്റെ ഫില്ലിങ്, അതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് ഞൊറിയിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചുരുക്കി ചുരുക്കി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ബൗളിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുക. ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. ഒരുപാട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു പകുതി ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റായി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇത് തുറന്ന് നോക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് എപ്പോൾ വേണം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കടല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്